my dear students, myself Aishwarya. So ellarum IIT AIIMS inde syllabus okke ellarum kandittundavu. Okay, so nammala syllabus ile first topic aayittulla nammala IIT AIIMS inde syllabus ile first topic aayittulla units force and pressure ennu parayuna topic aanu innu nammal discuss cheyan povunnathu. Appo ningala padanayokke evide variyayi ellarum padichu thodangiyo? അപ്പോൾ നമ്മൾ സിലബസ് കണ്ടപ്പോൾ തന്നെ നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവും അല്ലേ? നമ്മുടെ സിലബസിലെ വളരെ സിമ്പിൾ ആയിട്ടുള്ള ഒരു ടോപ്പിക്, സിമ്പിൾ ആയിട്ടുള്ള തുടക്കത്തിൽ തന്നെയുള്ള വളരെ കുഞ്ഞു ടോപ്പിക്കാണ് യൂണിറ്റ്സ് ഫോഴ്സ് ആൻഡ് പ്രഷർ എന്ന് പറയുന്നത്. ഓൾറൈറ്റ്, സോ ആ ഒരു ടോപ്പിക്ക് നമുക്ക് ഡിസ്കസ് ചെയ്യാം. അപ്പം അതായത് നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് എക്സ്പ്ലെയിൻ ചെയ്യുന്നതിന് പകരം നമുക്കൊരു ഇന്ററാക്റ്റീവ് ക്ലാസ് പോലെ നമുക്കൊന്ന് ഡിസ്കസ് ചെയ്ത് പോവാം. ഓൾറൈറ്റ്, അപ്പോൾ എല്ലാവരും റെഡി അല്ലേ? സോ വിതൗട്ട് വേസ്റ്റിംഗ് ടൈം ലെറ്റ്സ് ഗെറ്റ് സ്റ്റാർട്ടഡ്. സോ നമ്മളെ യൂണിറ്റ്സ് എന്താണെന്നാണ് ഈ ഒരു ചാപ്റ്ററിൽ ഈ ഒരു ടോപ്പിക്കിൽ പഠിക്കുന്നത്. അപ്പം നിങ്ങൾക്ക് അറിയാം അല്ലേ യൂണിറ്റ്സ് എന്തിനു വേണ്ടിയിട്ടാണ് യൂണിറ്റ്സ്? What is the need of units? നമുക്കൊരു ഫിസിക്കൽ ക്വാണ്ടിറ്റി മെഷർ ചെയ്യാൻ വി നീഡ് യൂണിറ്റ്സ്, റൈറ്റ്? നമുക്ക് ഏതൊരു ഫിസിക്കൽ ക്വാണ്ടിറ്റി, ഇപ്പോൾ ലെങ്ത് ആണ്, ഇപ്പം ഞാൻ നിങ്ങളുടെ കയ്യിൽ ഒരു ബുക്ക് തന്നു, ഐ എം ആസ്കിങ് യു ടു മെഷർ ദ ലെങ്ത്, വി നീഡ് യൂണിറ്റ്സ് ടു മെഷർ, റൈറ്റ്? ഇപ്പം എത്ര മീറ്റർ ആണ്, അല്ലെ ഇത്ര കിലോമീറ്റർ ആണ്, ഇത്ര സെൻറ്റിമീറ്റർ ആണ് അളക്കാൻ നമുക്ക് എന്ത് വേണം? വി നീഡ്സ് യൂണിറ്റ്സ്, റൈറ്റ്? ഇനി അതുപോലെ മാസ് ആണെങ്കിലും വെയിറ്റ് ആണെങ്കിലും ഹൈറ്റ് ആണെങ്കിലും ഏതൊരു ഫിസിക്കൽ ക്വാണ്ടിറ്റിനെയും മെഷർ ചെയ്യാൻ വി നീഡ് യൂണിറ്റ്. നൗ യു വിൽ ബി തിങ്കിങ് വാട്ട് ഈസ് എ ഫിസിക്കൽ ക്വാണ്ടിറ്റി? എന്താണ് ഫിസിക്കൽ ക്വാണ്ടിറ്റി എന്ന് പറഞ്ഞാൽ? ദ ക്വാണ്ടിറ്റി വിച്ച് ക്യാൻ ബി മെഷേർഡ്, അല്ലേ? നമുക്ക് മെഷർ ചെയ്യാൻ പറ്റുന്ന ക്വാണ്ടിറ്റീസിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്? ഫിസിക്കൽ ക്വാണ്ടിറ്റീസ് എന്ന് പറയുന്നത്. എന്നാൽ ഫിസിക്കൽ ക്വാണ്ടിറ്റീസ് അല്ലാത്ത നോൺ ഫിസിക്കൽ ക്വാണ്ടിറ്റീസ് ഉണ്ടോ? ഓഫ് കോഴ്സ്, നമുക്ക് മെഷർ ചെയ്യാൻ പറ്റാത്ത ക്വാണ്ടിറ്റീസും ഇല്ലേ? ഇപ്പോൾ ഫോർ എക്സാമ്പിൾ ലെങ്ത്, അതുപോലെ മാസ്, സ്പീഡ് ഒക്കെ ആണെങ്കിൽ നമുക്ക് മെഷർ ചെയ്യാം. ഇനി ഫോർ എക്സാമ്പിൾ ഹാപ്പിനെസ്, നിങ്ങളുടെ ഹാപ്പിനെസ് നിങ്ങൾക്ക് മെഷർ ചെയ്യാൻ പറ്റുമോ? ഇല്ല, അതൊരു നോൺ ഫിസിക്കൽ ക്വാണ്ടിറ്റി ആണ്, അല്ലേ? സോ ഫിസിക്കൽ ക്വാണ്ടിറ്റീസിനെ മെഷർ ചെയ്യാൻ വി നീഡ് യൂണിറ്റ്സ്. നൗ ക്യാൻ യു ഗിവ് എ ഡെഫിനിഷൻ ഫോർ യൂണിറ്റ്സ്? നമുക്ക് യൂണിറ്റ്സിന് ഒരു ഡെഫിനിഷൻ കൊടുക്കാൻ പറ്റുമോ? ഓഫ് കോഴ്സ്, ടു മെഷർ എനി ഫിസിക്കൽ ക്വാണ്ടിറ്റി വി നീഡ് എ റെഫറൻസ്, വി നീഡ് എ സ്റ്റാൻഡേർഡ് റെഫറൻസ്, അല്ലേ? നമുക്കൊരു ക്വാണ്ടിറ്റി മെഷർ ചെയ്യണമെങ്കിൽ നമുക്കൊരു റെഫറൻസ് വേണം, ഇന്നതുമായിട്ട് അല്ലേ കമ്പയർ ചെയ്തതുകൊണ്ട്, അല്ലേ? നമുക്കൊരു റെഫറൻസ് വേണം, അല്ലെ? ഒരു സ്റ്റാൻഡേർഡ് അല്ലെങ്കിൽ ഒരു യൂണിവേഴ്സലി ആക്സെപ്റ്റഡ് ഒരു റെഫറൻസ് വേണം, അല്ലേ? അപ്പോൾ അതിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്? വിൽ കോൾ ഇറ്റ് യൂണിറ്റ്സ്. ഓൾറൈറ്റ്, അപ്പോൾ അങ്ങനെ പ്രധാനപ്പെട്ട 3 സിസ്റ്റം ഓഫ് യൂണിറ്റ്സ് ആണ് നമുക്ക് പഠിക്കാനുള്ളത്. ഏതൊക്കെയാണെന്ന് നോക്കാം. ഒന്നാമത്തേതാണ് CGS. ഒന്നാമത്തെ ഏതാണ്? CGS. ഒന്നാമത്തെ ടൈപ്പ് ഓഫ് യൂണിറ്റ് ആണ് CGS. ഇൻ CGS സിസ്റ്റം, C സ്റ്റാൻഡ് ഫോർ വാട്ട്? C സ്റ്റാൻഡ്സ് ഫോർ സെന്റിമീറ്റർ. Centimeter, and G for grams, and S for second. So this is the first system of units, and second is FPS. Again, F stand for what? Feet. അല്ലേ? നമുക്ക് ലെങ്ത് ഫീറ്റ്, 10 ഫീറ്റ് അല്ലെ 20 ഫീറ്റ്, ഫീറ്റിൽ മെഷർ ചെയ്യാൻ പറ്റും ലെങ്ത്. സോ ഫീറ്റ്, F സ്റ്റാൻഡ് ഫോർ ഫീറ്റ്. ദെൻ കംസ് P ഫോർ പൗണ്ട്സ്. മാസ്, നമുക്ക് എന്താ മാസ് അല്ലെ വെയിറ്റ് നമുക്ക് പൗണ്ട്സിലെ മെഷർ ചെയ്യാൻ പറ്റും. സോ P സ്റ്റാൻഡ് ഫോർ പൗണ്ട്സ് ആൻഡ് S ഫോർ സെക്കൻഡ്. നൗ third one is MKS. M stand for meter. Length is measured in meter. K for kilogram and S for second. 3 കേസിലും time is measured in second. But what is the problem here? We have 3 system of units. For example, we have CGS, we have FPS, and we have MKS. Now tell me children, what is the problem here? ഒരു കൺട്രിയിൽ ഒരു സയന്റിസ്റ്റ് എന്താ CGS യൂണിറ്റ് ആണ് യൂസ് ചെയ്യുന്നത് എങ്കിൽ മറ്റൊരു കൺട്രിയിൽ മറ്റൊരു സയന്റിസ്റ്റ് പുതിയൊരു ഡിസ്കവറി നടത്തുമ്പോൾ എന്താ FPS സിസ്റ്റം ആയിരിക്കും യൂസ് ചെയ്യുന്നത്. അപ്പം ഇറ്റ് ലീഡ്സ് ടു വാട്ട്? ഇറ്റ് ലീഡ്സ് ടു കൺഫ്യൂഷൻ. in order to remove that, അല്ലെങ്കിൽ in order to എന്താ നമുക്കത് അതിജീവിക്കാൻ what we need a standard unit, അല്ലേ? നമുക്കൊരു യൂണിവേഴ്സലി ആക്സെപ്റ്റഡ് ആയിട്ടുള്ള എല്ലാവരുടെയും ഒരുപോലെയുള്ള ഒരു യൂണിറ്റ്സ് വേണം, അല്ലേ? സോ അതിന് വേണ്ടിയിട്ടാണ് പിന്നീട് 1960 എന്താ SI യൂണിറ്റ്സ് കൊണ്ടുവന്നത്. SI യൂണിറ്റ്സ് അഥവാ സിസ്റ്റം ഇന്റർനാഷണൽ എന്നാണ് ഉദ്ദേശിക്കുന്നത്. അതായത് SI യൂണിറ്റ്സ്. അപ്പം അങ്ങനെ SI യൂണിറ്റ്സ് കൊണ്ട് എന്താ യൂണിവേഴ്സലി ആക്സെപ്റ്റഡ് ആണ്. സോ പുതിയ എന്തൊരു സയന്റിഫിക് വർക്ക് നടത്തുമ്പോഴും ദേ യൂസ് SI യൂണിറ്റ്സ്. ഓൾറൈറ്റ്, സോ we have 2 different types. Now again we can divide units into 2 types. We have fundamental units and derived units. Alright, അപ്പോൾ നമുക്ക് SI യൂണിറ്റ്സ് എന്ന് പറയുമ്പോൾ യൂണിവേഴ്സലി ആക്സെപ്റ്റഡ് യൂണിറ്റ്സ് ആണ് നമ്മൾ പഠിച്ചു. ഇനി അതിൽ തന്നെ again we can divide units into 2 types, that is fundamental units and derived units. അപ്പോൾ എന്താണ് മക്കളെ ഫണ്ടമെന്റൽ യൂണിറ്റ്സ് എന്ന് പറഞ്ഞാൽ?
ഫണ്ടമെന്റൽ യൂണിറ്റ്സിനാണ് നമ്മൾ ബേസ് യൂണിറ്റ്സ് എന്ന് പറയുന്നത്. അതായത് മറ്റൊരു യൂണിറ്റിനെ ഡിപ്പെൻഡന്റ് അല്ലാത്ത അഥവാ ഇൻഡിപെൻഡന്റ് ആയിട്ട് നിൽക്കുന്ന യൂണിറ്റ്സിനാണ് നമ്മൾ ഫണ്ടമെന്റൽ യൂണിറ്റ്സ് പറയുന്നത്. ഇപ്പോൾ ഫോർ എക്സാമ്പിൾ ലെങ്ത്. ഇപ്പോൾ ഈ പെന്നിന്റെ ലെങ്ത് ഞാൻ നിങ്ങളോട് ചോദിക്കാം, ഇതൊരു 15 സെന്റിമീറ്റർ ആണ് എങ്കിൽ ഇത് മാസിനെ ഡിപ്പെൻഡ് ചെയ്യുന്നുണ്ടോ? ഈ പെന്നിന്റെ മാസിനെ ഡിപ്പെൻഡന്റ് ആണോ? അല്ലെങ്കിൽ നമ്മളെ ടൈമിനെ ഡിപ്പെൻഡന്റ് ആണോ? ഇപ്പോൾ ഒരു സമയത്ത് ഇപ്പോൾ 10 മണിക്ക് ഇതിന്റെ ലെങ്ത് ഒന്നാണെങ്കിൽ വേറൊരു സമയത്ത് വേറെയാണോ? അല്ല, ഇൻഡിപെൻഡന്റ് ആയിട്ട് നിൽക്കുന്ന ക്വാണ്ടിറ്റീസ് ആണ് അല്ലേ. സോ ഫണ്ടമെന്റൽ യൂണിറ്റ്സ് എന്ന് പറഞ്ഞാൽ എന്താ? Those quantities which are independent to each other are called fundamental quantities. These fundamental quantities are independent of each other. They are not dependent on each other. Alright, so such quantities are known as what? Fundamental quantities. So fundamental quantities means what? The quantities which are independent of each other. Now tell me children, what is derived units? Fundamental quantities independent ആണ് എങ്കിൽ derived quantities എന്തായിരിക്കും? They are dependent on each other. Right, dependent on each other ആയിരിക്കും. അതായത് ഫണ്ടമെന്റൽ ക്വാണ്ടിറ്റീസ് ഇൻഡിപെൻഡന്റ് ആണെങ്കിൽ ഡിറൈവ്ഡ് ക്വാണ്ടിറ്റീസ് എന്താ? ദേ ആർ ഡിപ്പെൻഡന്റ് ഓൺ ഈച്ച് അതർ. ഫോർ എക്സാമ്പിൾസ് നോക്കാം. ഇപ്പോൾ ഫോഴ്സ് എന്ന് പറഞ്ഞാൽ എന്താ? ഫോഴ്സിന്റെ ഇക്വേഷൻ നിങ്ങൾ ചെറിയ ക്ലാസ്സിൽ പഠിച്ചല്ലേ? വാട്ട് ഈസ് ഫോഴ്സ്? Force is equal to mass into acceleration. So force depend upon the mass and force depend upon the acceleration. So it is a derived units. അല്ലേ? derived unit എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താ? ബേസ് യൂണിറ്റ്സ് അല്ലെങ്കിൽ ബേസ് യൂണിറ്റ്സ് എന്ന് പറഞ്ഞാൽ ഫണ്ടമെന്റൽ യൂണിറ്റ്സ്. ഈ ഫണ്ടമെന്റൽ യൂണിറ്റ്സിലെ ബേസ് യൂണിറ്റ്സിനെ മൾട്ടിപ്ലൈ ചെയ്തുകൊണ്ടോ ആഡ് ചെയ്തുകൊണ്ടോ ഒക്കെ ഉണ്ടാവുന്ന യൂണിറ്റ്സിനെയാണ് നമ്മൾ ഡിറൈവ്ഡ് യൂണിറ്റ്സ് എന്ന് പറയുന്നത്. ഓൾറൈറ്റ്, അപ്പോൾ ഫണ്ടമെന്റൽ നമുക്ക് യൂണിറ്റ്സ് ദർ ആർ 2 type of units, ഫണ്ടമെന്റൽ യൂണിറ്റ്സ് ആൻഡ് ഡിറൈവ്ഡ് യൂണിറ്റ്സ്. അതിൽ സംശയമൊന്നുമില്ലല്ലോ. ഓക്കെ, പിന്നെ നമുക്ക് പഠിക്കാനുള്ളത് ഏതൊക്കെയാണ് ഈ ഫണ്ടമെന്റൽ യൂണിറ്റ്സ്. അപ്പോൾ നമ്മൾ ഫണ്ടമെന്റൽ യൂണിറ്റ്സ് പറയുന്നുണ്ട്. ഏതൊക്കെയാണ് നമ്മൾ ബേസ് യൂണിറ്റ്സ് അല്ലെങ്കിൽ ഫണ്ടമെന്റൽ യൂണിറ്റ്സ് എന്ന് പറയുന്നത്? ഇപ്പോൾ ലെങ്ത്തിന്റെ കേസിലാണെങ്കിൽ അത് മീറ്റർ ആണ്, ആൻഡ് ഇറ്റ് ഈസ് ഡിനോട്ടഡ് സ്മോൾ ലെറ്റർ എം. അതുപോലെ മാസ് ആണെങ്കിൽ കിലോഗ്രാം, ടൈം സെക്കൻഡ്, ടെമ്പറേച്ചർ കെൽവിൻ, ഇലക്ട്രിക് കറന്റ് ആംപിയർ, എമൗണ്ട് ഓഫ് സബ്സ്റ്റൻസ് മോൾ, ലൂമിനസ് ഇന്റൻസിറ്റി കാൻഡില. ഓൾറൈറ്റ്, അപ്പോൾ ഇതെങ്ങനെയാണ് റെപ്രസെന്റ് ചെയ്യുന്നത് എന്ന് നോക്കി വെക്കുക. ഇതിന്റെ സിമ്പിളും നന്നായിട്ട് ഓർത്ത് വെക്കുക. ഓൾറൈറ്റ്, സോ ഇതാണ് നമ്മുടെ ബേസിക് ആയിട്ടുള്ള നമ്മുടെ ബേസ് യൂണിറ്റ്സ് അല്ലെങ്കിൽ ഫണ്ടമെന്റൽ യൂണിറ്റ്സ്. ഈ ഫണ്ടമെന്റൽ യൂണിറ്റ്സ് യൂസ് ചെയ്തിട്ടാണ് നമ്മൾ മറ്റ് യൂണിറ്റ്സ് ഉണ്ടാക്കുന്നത്, അല്ലെങ്കിൽ വി യൂസ് ടു റൈറ്റ്. സോ ദാറ്റ് ഈസ് നോൺ ആസ് ഡിറൈവ്ഡ് യൂണിറ്റ്സ്. ഫോർ എക്സാമ്പിൾ ഏരിയ എന്ന് പറഞ്ഞാൽ എന്താ? ഏരിയ അല്ലേ, മീറ്റർ സ്ക്വയർ ആണ്. ഏരിയ മീറ്റർ സ്ക്വയർ അഥവാ എം സ്ക്വയർ. സിമ്പിൾ എ. നൗ വോളിയം ഈസ് മീറ്റർ ക്യൂബ്. നൗ ഡെൻസിറ്റി കിലോഗ്രാം പെർ മീറ്റർ ക്യൂബ്, മീറ്റർ പെർ സെക്കൻഡ്. സോ ഇതൊക്കെ എന്താണ്? ഹെഡ്സ്. ഇപ്പം ഫ്രീ എനർജി ആണെങ്കിൽ ജൂൾ, കിലോഗ്രാം മീറ്റർ സ്ക്വയർ സെക്കൻഡ് പെർ സെക്കൻഡ് സ്ക്വയർ ആണ് ജൂൾ എന്ന് പറയുന്നത്. സോ ഇതൊക്കെ എന്താണ്? ഡിറൈവ്ഡ് യൂണിറ്റ്സ് ആണ്. ഓൾറൈറ്റ്, ഇനി നമുക്ക് ഈ ഒരു യൂണിറ്റ്സ് ആൻഡ് മെഷർമെന്റിന്റെ പാർട്ടിൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ടോപ്പിക് എന്ന് പറയുന്നത് കൺവേർഷൻ ഓഫ് യൂണിറ്റ്സ് ആണ്. ഓൾറൈറ്റ്, കൺവേർഷൻസ് ഓഫ് യൂണിറ്റ്. അപ്പോൾ നിങ്ങൾ ചെറിയ ക്ലാസ്സിലൊക്കെ ചെറിയ കൺവേർഷൻസ് ഒക്കെ പഠിച്ചിട്ടുണ്ടാവും. ഇപ്പോൾ ഫോർ എക്സാമ്പിൾ 1 കിലോമീറ്റർ, അതിനെ മീറ്ററിലേക്ക് കൺവേർട്ട് ചെയ്യാൻ നിങ്ങൾക്ക് അറിയില്ലേ? 1 കിലോമീറ്റർ എന്ന് പറഞ്ഞാൽ എത്ര മീറ്ററാ? 1000 മീറ്റർ ആണ് അല്ലേ? 1 കിലോമീറ്റർ 1000 മീറ്റർ ആണ്. അതുപോലെ 1 മീറ്റർ എന്ന് പറഞ്ഞാൽ എത്രയാണ്? 100 സെന്റിമീറ്റർ ആണ്. Now 1 സെന്റിമീറ്റർ എന്ന് പറഞ്ഞാൽ എത്രയാണ്? 1 മില്ലിമീറ്റർ ആണ്. 10 മില്ലിമീറ്റർ ആണ്. സോ ഇതൊക്കെ ചെറിയ ക്ലാസ്സിൽ നിങ്ങൾക്ക് അറിയുന്ന കൺവേർഷൻസ് ആണ് അല്ലേ? അപ്പോൾ ഇത് ലെങ്ത്തിന്റെ കൺവേർഷൻസ് ആണ്. അപ്പോൾ ഇതുപോലെ വേറെയും കുറേ കൺവേർഷൻസ് ഇല്ലേ? സോ ആ ഒരു കൺവേർഷൻസ് നമ്മൾ ഓർത്ത് വെക്കുക. ഏതൊക്കെയാണ് കൺവേർഷൻസ്? ഒന്ന് ഓർത്ത് നോക്കിക്കേ, ഒന്ന് പറയാൻ ശ്രമിച്ചാട്ടെ. ഏതൊക്കെയാണ് നമ്മൾ ചെറിയ ക്ലാസ്സുകളിൽ പഠിച്ചിട്ടുള്ള കൺവേർഷൻസ്? മക്കളെ, ടെമ്പറേച്ചറുമായി ബന്ധപ്പെട്ട് ഇപ്പം നിങ്ങൾക്ക് ടെമ്പറേച്ചറുമായി ബന്ധപ്പെട്ട് നിങ്ങൾക്ക് ഏതൊക്കെ യൂണിറ്റ്സ് അറിയാം? ടെമ്പറേച്ചറിൻ്റെ ഇപ്പം നിങ്ങൾ ഒരു പനി വന്ന് ക്ലിനിക്കിൽ പോയി കഴിഞ്ഞ് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ക്ലിനിക്കൽ തെർമോമീറ്റർ മെഷർ ചെയ്യുന്നത് ഡിഗ്രി സെൽഷ്യസിലാണോ, ഫാരൻഹീറ്റിലാണോ, കെൽവിനിലാണോ? എവിടെയെങ്കിലും കെൽവിനിൽ മെഷർ ചെയ്യോ? ഇല്ലല്ലേ. സോ ഈ ഡിഗ്രി സെൽഷ്യസ് ആണെങ്കിലും ഫാരൻഹീറ്റ് ആണെങ്കിലും കെൽവിൻ ആണെങ്കിലും ഒക്കെ എന്താണ്? ദേ ഓൾ ആർ ദി units of temperature, isn't it? So the temperature have 3 units, which is degree Celsius, degree Fahrenheit and Kelvin. All right, so now now I am asking you, have we are given a 100 degree Celsius liquid. I am asking you to convert 100 degree Celsius to degree Fahrenheit. How can you convert that? നമുക്കൊരു 100 ഡിഗ്രി സെൽഷ്യസ് എന്ന് തന്നു അല്ലേ? ഇവിടെയാണ് നമ്മൾ കൺവേർഷൻ പഠിക്കുന്നതിൻ്റെ പ്രാധാന്യം. അതായത് നമുക്കൊരു ഡിഗ്രി സെൽഷ്യസ് തന്ന വാല്യൂവിനെ നമുക്ക് കെൽവിനിലേക്ക് കൺവേർട്ട് ചെയ്യാൻ പറ്റണം. അപ്പോൾ അതിന് നമ്മൾ എന്ത് ചെയ്യണം? നമുക്ക് ഡിഗ്രി സെൽഷ്യസ്, കെൽവിൻ, അതുപോലെ ഫാരൻഹീറ്റ്, ഇതിന് മൂന്നിനെയും കണക്ട് ചെയ്തുകൊണ്ട് നമുക്കൊരു ഇക്വേഷൻ അറിയാം. ദാറ്റ് ഈസ് C/5 ഈസ് ഈക്വൽ ടു F - 32/9 ഈസ് ഈക്വൽ ടു K - 273/5. അപ്പോൾ ഈ ഇക്വേഷൻ ഓർത്ത് വെക്കുക. നമുക്ക്
ചെറിയ ചെറിയ കൺവേർഷൻസ്, അതായത് സെൽഷ്യസിനെ ഫാരൻഹീറ്റ് ആക്കാൻ, അതുപോലെ ഫാരൻഹീറ്റ് കെൽവിനിലാക്കാനൊക്കെ നമുക്ക് ഇതിൽ നിന്ന് കഴിയും. അതായത് സിക്ക് നമ്മൾ ഡിഗ്രി സെൽഷ്യസിൻ്റെ വാല്യൂ കൊടുക്കുക, ഫാരൻഹീറ്റിൻ്റെ വാല്യൂ കൊടുക്കുക, അതുപോലെ കെൽവിൻ നമുക്ക് തന്നിട്ടുള്ളത് ഇപ്പോൾ ഫോർ എക്സാമ്പിൾ 100 ഡിഗ്രി സെൽഷ്യസിനെ ഫാരൻഹീറ്റിലാക്കാൻ പറഞ്ഞാൽ 100/5 is equal to F minus 32/9. Alright, അപ്പോൾ 100/5 എന്ന് പറഞ്ഞാൽ എത്രയാണ്? 20 into divided by 9 into ആവും F minus 32. Now 9 into 2, 18, 180 minus 32 will become plus 32, it's equal to F. So the F value of F is what? 180 plus 32. 212 degree Fahrenheit. So നമുക്ക് 100 degree Celsius എത്ര degree Fahrenheit ആണ്? So we can convert 100 degree Celsius to 100 degree Celsius is what? 212 degree Fahrenheit. അല്ലേ എത്ര പേർക്ക് കിട്ടി ഇത് ആൻസർ? എല്ലാവർക്കും ചെയ്ത് കിട്ടിയോ? സിമ്പിൾ അല്ലേ? നമ്മൾ ഒരു ഇക്വേഷൻ പഠിച്ചാൽ തന്നെ നമുക്ക് എന്ത് മനസ്സിലാവും? ഡിഗ്രി സെൽഷ്യസിന് വി ക്യാൻ കൺവേർട്ട് ഫ്രം ഡിഗ്രി സെൽഷ്യസ് ടു ഡിഗ്രി ഫാരൻഹീറ്റ്, ഫ്രം ഡിഗ്രി ഫാരൻഹീറ്റ് ടു കെൽവിൻ എക്സെട്ര. ഓൾറൈറ്റ്, അപ്പോൾ മക്കളെ വാട്ട് അബൌട്ട് എനർജി? വാട്ട് ഈസ് ദ യൂണിറ്റ് ഓഫ് എനർജി? ദ യൂണിറ്റ് ഓഫ് എനർജി ഈസ് ജൂൾ. വി നോ ദാറ്റ് യൂണിറ്റ് ഓഫ് എനർജി അല്ലേ? വാട്ട് ഈസ് ദ യൂണിറ്റ് ഓഫ് എനർജി? യൂണിറ്റ് ഓഫ് എനർജി ഈസ് ജൂൾ. നൗ is there only one unit for energy? No, erg is also another unit of energy, isn't it? Erg is also another unit of energy. Now what is the relation between joule and erg? That is 1 joule is equal to 10 raised to 7 erg. So this is the relation between joule and erg, isn't it? Now what about force? What is the unit of force? We know that unit of force is what? Newton. All right, unit of force. ഫോഴ്സിൻ്റെ യൂണിറ്റ് എന്താണ്? ന്യൂട്ടൺ ആണ്. യൂണിറ്റ് ഓഫ് ഫോഴ്സ് ഈസ് ഈക്വൽ ടു ന്യൂട്ടൺ. നൗ ഇത് SI യൂണിറ്റ് അല്ലേ? നൗ വാട്ട് അബൌട്ട് CGS യൂണിറ്റ്? CGS യൂണിറ്റ് എന്ന് പറഞ്ഞാൽ എന്താണ്? ഡൈൻ അല്ലേ? യെസ്, ഫോഴ്സിൻ്റെ മറ്റൊരു യൂണിറ്റ് ആണ് ഡൈൻ. ഫോഴ്സിൻ്റെ CGS യൂണിറ്റ് എന്നല്ല, ഫോഴ്സിൻ്റെ മറ്റൊരു യൂണിറ്റ് ആണ് ഡൈൻ അല്ലേ? ഈ ന്യൂട്ടനും ഡൈനും തമ്മിൽ എന്തെങ്കിലും ബന്ധമുണ്ടോ? ഓഫ് കോഴ്സ്. എന്താണ്? 1 Newton is equal to 10 raised to 5 ഡൈൻ. 1 Newton is equal to 10 raised to 5 ഡൈൻ. സോ കൺവേർഷൻസ് ഓർമ്മിച്ച് വെക്കുക. 1 Newton is equal to 10 raised to 5 ഡൈൻ. Now what about speed? സ്പീഡിൻ്റെ യൂണിറ്റ് എന്താ? മീറ്റർ പെർ സെക്കൻഡ് അല്ലേ? വാട്ട് ഈസ് സ്പീഡ്? വാട്ട് ഈസ് ഇക്വേഷൻ ഫോർ സ്പീഡ്? സ്പീഡിൻ്റെ ഇക്വേഷൻ എന്താ? ഒന്ന് പറഞ്ഞാട്ടെ എല്ലാവരും. സ്പീഡിൻ്റെ ഇക്വേഷൻ ഒന്ന് പറഞ്ഞാട്ടെ. വാട്ട് ഈസ് ദ ഇക്വേഷൻ ഫോർ സ്പീഡ്? സ്പീഡിൻ്റെ ഇക്വേഷൻ നമുക്കറിയാം. സ്പീഡ് ഈസ് ഈക്വൽ ടു ഡിസ്റ്റൻസ് ഡിവൈഡഡ് ബൈ ടൈം അല്ലേ? സ്പീഡിൻ്റെ ഇക്വേഷൻ എന്താ? സ്പീഡ് ഈസ് ഈക്വൽ ടു ഡിസ്റ്റൻസ് ഡിവൈഡഡ് ബൈ ടൈം. ഡിസ്റ്റൻസ് എന്താണ്? വി യൂസ് ടു മെഷർ ഡിസ്റ്റൻസ് ഇൻ മീറ്റർ ആൻഡ് ടൈം ഇൻ സെക്കൻഡ്. സോ ദ യൂണിറ്റ് ഓഫ് സ്പീഡ് ഈസ് മീറ്റർ പെർ സെക്കൻഡ്, isn't it? So speed is equal to meter per second. Now we can measure distance in kilometer also. We can measure time in hour also. So kilometer per hour is also unit of speed, isn't it? Now how can you convert meter per second into kilometer per hour? Now in the question, the speed, one of the speed is given in meter per second and the other value is given in kilometer per hour. ഓക്കെ, ഇപ്പോൾ ഒരു വാല്യൂ മീറ്റർ പെർ സെക്കൻഡിലും മറ്റേത് കിലോമീറ്റർ പെർ ഹവറിലും തന്നു. നിങ്ങളോട് കൺവേർട്ട് ചെയ്യാൻ പറഞ്ഞു. ഇപ്പോൾ ഹൗ ക്യാൻ വി ഡു ദാറ്റ്? നമ്മൾ എങ്ങനെ ചെയ്യും? യെസ്, അതിനാണ് നമുക്ക് എന്ത് ചെയ്താൽ മതി? മീറ്റർ പെർ സെക്കൻഡിലുള്ള വാല്യൂ ഇൻറ്റു 5/18 ചെയ്താൽ മതി. ഓൾറൈറ്റ്, അപ്പോൾ നമുക്ക് എന്ത് കിട്ടും? കിലോമീറ്റർ പെർ ഹവർ കിട്ടും. അപ്പോൾ നമുക്കൊരു എക്സാമ്പിൾ ചെയ്ത് നോക്കിയാലോ? ലെറ്റ്സ് കൺവേർട്ട് ഫോർ ഇഫ് ദ ക്വസ്റ്റ്യൻ ഈസ് ഗിവൺ സ്പീഡ്. ഇൻ ദ ക്വസ്റ്റ്യൻ സ്പീഡ് ഈസ് ഗിവൺ ആസ് 54. ഓക്കെ, 54 കിലോമീറ്റർ പെർ ഹവർ തന്നിട്ടുണ്ട്. നമുക്ക് വി ഹാവ് ടു കൺവേർട്ട് ഇറ്റ് ടു മീറ്റർ പെർ സെക്കൻഡ്. സോ വാട്ട് വി ഹാവ് ടു ഡു ഈസ് 54 ഇൻറ്റു 5/18. യു നോ ദാറ്റ് 18 3 ടൈംസ് അല്ലേ? അപ്പോൾ ഇറ്റ് വിൽ ബിക്കം 15. സോ 15 മീറ്റർ പെർ സെക്കൻഡ്. ഓൾറൈറ്റ്, സോ നമ്മൾ എന്താ ചെയ്യേണ്ടത്? ഇൻറ്റു 5/18. മീറ്റർ പെർ സെക്കൻഡിനെ കിലോമീറ്റർ പെർ ഹവറിനെ മീറ്റർ പെർ സെക്കൻഡിലേക്ക് ആക്കാൻ എന്ത് ചെയ്യണം? ഇൻറ്റു 5/18 ചെയ്യുക. ഇനി നേരെ തിരിച്ച് meter per second, and if you want to convert meter per second into kilometer per hour, what we have to do is, now just imagine we have to let's do one more example. We have to convert 15 meter per second into kilometer per hour.
So what we have to do is, we have to convert, right? So 15 into 18 by 5. Again 3. 18 into 3 is 54. 54 kilometer per hour. Alright. So this is the basic conversions. Now what about, so this is the conversion when it comes to speed. Per meter per second, kilometer per hour like maatanullathu. Ini what about distance? Distance namukku ariyam alle. What is the conversions? Meter aanengilum kilometer aanengilum alle. Meter aane 1 kilometer aanengil it is equal to 1000 meter. Adupole 1 meter ennu പറഞ്ഞാൽ എന്താ 100 centimeter ആണ്. 1 centimeter എന്ന് പറഞ്ഞാൽ എന്താ 10 millimeter ആണ്. അതുപോലെ higher level ലേക്ക് പോവാണ് എങ്കിൽ ഇപ്പം 10⁶ ആണ് എങ്കിൽ എന്താണ് മെഗാ ആണ് അല്ലേ. അതുപോലെ 10⁹ ആണ് എങ്കിൽ ജിഗ. ഇപ്പം നമ്മൾ 10⁻³ ആണെങ്കിൽ കിലോ പറയുന്നത് പോലെ 10⁶ ആണെങ്കിൽ മെഗാ, 10⁹ ആവണമെങ്കിൽ ജിഗ. അതുപോലെ ഇനി 10⁻9 ആണെങ്കിൽ ജിഗ. ഇത് ഓർത്ത് വെക്കാം. ഓൾറൈറ്റ്. നൗ സോ ഇത്രയാണ് നമുക്ക് യൂണിറ്റ്സ് ആൻഡ് മെഷർമെന്റ് ഫസ്റ്റ് പാർട്ട്. ഇനിയും ഡീറ്റെയിൽ ആയിട്ട് പഠിക്കണം. അപ്പം നിങ്ങൾ ഡീറ്റെയിൽ ആയിട്ട് തന്നെ പഠിച്ചു നോക്കുക. ഓൾറൈറ്റ്. ഇനി നമുക്ക് ഫോഴ്സ് എന്താണെന്ന് നോക്കാം. സോ വാട്ട് ഈസ് എ ഫോഴ്സ്? Force and force is a, we know force is a push or pull, right? Force is a push or pull which can gives a change in direction, maybe change in direction, which leads to change in speed, or which leads to change in shape, isn't it? So namukku engane simple aayittu engane define cheyam? Force is a push or pull acting on an object that can change its speed, direction of motion and shape. Force is a push or pull which can change the സ്പീഡ് ഓഫ് എ ഒബ്ജക്ട്. ഒരു ഒബ്ജക്റ്റ് മൂവ് ചെയ്തുകൊണ്ടിരിക്കുകയാണെങ്കിൽ അതിൻ്റെ സ്പീഡിൽ മാറ്റം വരുത്തുക. അതുപോലെ ഒരു ഒബ്ജക്റ്റ് മൂവ് ചെയ്തുകൊണ്ടിരിക്കുകയാണെങ്കിൽ അതിൻ്റെ ഡയറക്ഷനിൽ മാറ്റം വരുത്തുക, അല്ലെങ്കിൽ അതിൻ്റെ ഷേപ്പ് മാറ്റം വരുത്താൻ ഒക്കെ നമുക്ക് എന്ത് ചെയ്താൽ മതി? ഫോഴ്സ് അപ്ലൈ ചെയ്താൽ മതി അല്ലേ. ഇപ്പോൾ ഫോർ എക്സാമ്പിൾ ജസ്റ്റ് ഇമേജിൻ ഒരു ബോൾ ഒരു ഡയറക്ഷനിൽ ഇങ്ങനെ വരികയാണ്. ഇപ്പം നിങ്ങളൊരു ഫോഴ്സ് കൊടുക്കുകയാണെങ്കിൽ അതിൻ്റെ ഡയറക്ഷൻ നമുക്ക് മാറ്റാൻ പറ്റില്ലേ? ഇനിയിപ്പം ഫോഴ്സ് സ്പീഡ്, ഇപ്പോൾ ഫോർ എക്സാമ്പിൾ സൈക്കിൾ, നിങ്ങളൊരു സൈക്കിൾ പെഡൽ ചെയ്തുകൊണ്ടിരിക്കുകയാണ് അല്ലേ, സൈക്കിൾ ചവിട്ടിക്കൊണ്ടിരിക്കുകയാണ്. അത് ഫോഴ്സിൽ ചവിട്ടുകയാണെങ്കിൽ എന്താ സ്പീഡ് മാറ്റാൻ, സ്പീഡ് നമുക്കൊരു ചേഞ്ച് വരുത്താൻ പറ്റും അല്ലേ. അപ്പം ഇതിൽ നിന്ന് നമുക്ക് സ്പീഡിനൊരു സിമ്പിൾ ഡെഫിനിഷൻ കൊടുക്കാം. വാട്ട് ഈസ് ദാറ്റ്? ഫോഴ്സ് ഇസ് എ പുഷ് ഓർ പുൾ ആക്ടിങ് ഓൺ എൻ ഒബ്ജക്ട്, സോറി നോട്ട് സ്പീഡിനല്ല ഫോഴ്സിന് അല്ലേ, സ്പീഡിനല്ല ഫോഴ്സിന്. ഫോഴ്സിന് നമുക്കൊരു ഡെഫിനിഷൻ കൊടുക്കാം. ഫോഴ്സ് ഇസ് എ പുഷ് ഓർ പുൾ ആക്ടിങ് ഓൺ എൻ ഒബ്ജക്ട് ദാറ്റ് ക്യാൻ ചേഞ്ച് ഇറ്റ് സ്പീഡ്, ഡയറക്ഷൻ ഓഫ് മോഷൻ ആൻഡ് ഷേപ്പ്. ഓൾറൈറ്റ്. ഇനി നമ്മൾ ചെറിയ ക്ലാസ്സിൽ നിങ്ങൾ ഫോഴ്സ് എന്താണെന്ന് പഠിച്ചിട്ടുള്ളതാണ്. നമുക്കറിയാം പുഷ് ഓർ പുള്ള് മാത്രമല്ല ഈ പറഞ്ഞതുപോലെ ഡയറക്ഷനോ അതുപോലെ അതിൻ്റെ സ്പീഡ് അതുപോലെ ഷേപ്പിനൊക്കെ ചേഞ്ച് കൊടുക്കുന്ന എന്താണോ അതിനെയാണ് നമ്മൾ ഫോഴ്സ് എന്ന് ഡിഫൈൻ ചെയ്തത്. ഇനി പറ മക്കളെ, നിങ്ങൾക്ക് അറിയുന്ന ഏതൊക്കെ ഫോഴ്സസ് നിങ്ങൾക്ക് അറിയാം? അപ്പോൾ ചെറിയ ക്ലാസ്സിലൊക്കെ നിങ്ങൾ കുറേ ഫോഴ്സസ് കേട്ടിട്ടുണ്ടാവും അല്ലേ. ഇപ്പോൾ ഗ്രാവിറ്റേഷണൽ ഫോഴ്സ് കേട്ടിട്ടുണ്ടാവും, ഇലക്ട്രോസ്റ്റാറ്റിക് ഫോഴ്സ് കേട്ടിട്ടുണ്ടാവും, മസ്കുലാർ ഫോഴ്സ് കേട്ടിട്ടുണ്ടാവും അല്ലേ. ഇപ്പോൾ പല പല ടൈപ്സ് ഓഫ് ഫോഴ്സസ് കേട്ടിട്ടുണ്ട്. അപ്പോൾ നമുക്ക് അതിനെ ഒന്ന് ക്ലാസിഫൈ ചെയ്താലോ? വി ക്യാൻ ക്ലാസിഫൈ ഫോഴ്സ് ഇൻ ടു 2 ടൈപ്സ്. നമുക്ക് പ്രധാനപ്പെട്ട 2 ടൈപ്പായിട്ട് ഫോഴ്സിനെ ഡിവൈഡ് ചെയ്യാം. ഓൾറൈറ്റ്. ഒന്നാമത്തെ ഏതാണ്? ഫോഴ്സ് ക്യാൻ ബി ഡിവൈഡഡ് ഇൻ ടു 2 ടൈപ്സ്. ഫസ്റ്റ് ഇസ് കോൺടാക്ട് ഫോഴ്സ്. Contact force, and second is non-contact force. First is contact force and second is non-contact force. എന്താണ് ഈ കോൺടാക്ട് ഫോഴ്സ് എന്ന് പറഞ്ഞാൽ? 2 ഒബ്ജക്റ്റ് തമ്മിൽ കോൺടാക്റ്റ് ഉള്ളത്. ഇപ്പോൾ ഫോർ എക്സാമ്പിൾ ഞാൻ ഈ ബുക്ക് അല്ലേ, ഇപ്പം ഞാൻ എൻ്റെ മുന്നിലൊരു ഡെസ്ക് ഉണ്ട്, ഡെസ്കിനെ ഞാൻ പുഷ് ചെയ്യാണ്, എൻ്റെ കൈ യൂസ് ചെയ്തിട്ട് ഞാൻ ഡെസ്കിനെ പുഷ് ചെയ്യാണ്. അപ്പോൾ എന്താ സംഭവിക്കുന്നത്? എൻ്റെ കൈയും ഈ ഡെസ്കും തമ്മിൽ കോൺടാക്റ്റ് ആണ് അല്ലേ. അപ്പോൾ ഇവിടെ ഞാൻ പുഷ് ചെയ്യുമ്പോൾ ഇവിടെ ഉണ്ടാകുന്ന ഫോഴ്സ് എന്താണ്? മസ്കുലാർ ഫോഴ്സ് ആണ് അല്ലേ. സോ ഈ മസ്കുലാർ ഫോഴ്സ് എന്ന് പറഞ്ഞാൽ എന്താ? ഇറ്റ്സ് എ കോൺടാക്ട് ഫോഴ്സ്. സോ ദ ഫോഴ്സ് ഈസ് ആക്ടിങ് ബിറ്റ്വീൻ when the force is happening, here there is a contact between the objects അല്ലേ. 2 ഒബ്ജക്ട്സിൻ്റെ ഇടയിൽ കോൺടാക്ട്, അവിടെ ഫോഴ്സ് ഉണ്ടാകുമ്പോൾ അവിടെ ആ 2 ഒബ്ജക്ട്സിൻ്റെ ഇടയിലും കോൺടാക്ട് ഉണ്ടെങ്കിൽ വിൽ കോൾ ഇറ്റ് ആസ് കോൺടാക്ട് ഫോഴ്സ്. ഇനി അങ്ങനെ ഒരു കോൺടാക്ട് ഇല്ല എങ്കിൽ നമ്മൾ അതിന് എന്ത് പറയും? നോൺ കോൺടാക്ട് ഫോഴ്സ്. ഇത് നിങ്ങൾ ചെറിയ ക്ലാസ്സിൽ പഠിച്ചതാണ്, ജസ്റ്റ് ഒന്ന് റിക്കോൾ ചെയ്തെടുക്കുക. അപ്പോൾ കോൺടാക്ട് ഫോഴ്സിന് എക്സാമ്പിൾസ് എന്തൊക്കെയാണ്? മസ്കുലാർ ഫോഴ്സ്. ഇനി ഫ്രിക്ഷണൽ ഫോഴ്സ് അല്ലേ. ഇപ്പോൾ ഒരു ഒബ്ജക്റ്റ് മറ്റൊരു ഒബ്ജക്റ്റിൻ്റെ മുകളിലൂടെ സ്ലൈഡ് ചെയ്ത് പോകുമ്പോൾ അല്ലെങ്കിൽ മൂവ് ചെയ്യുമ്പോൾ അവിടെ ഒരു ഫ്രിക്ഷണൽ ഫോഴ്സ് ഉണ്ടാവും. ഈ ഫ്രിക്ഷണൽ ഫോഴ്സിനെ നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് എക്സ്പ്ലെയിൻ ചെയ്യാം. അപ്പോൾ ഈ ഫ്രിക്ഷണൽ ഫോഴ്സ് എന്ന് പറയുന്നത് എന്താ? ദാറ്റ്സ് ഓൾസോ എ കോൺടാക്ട് ഫോഴ്സ്. നൗ വാട്ട് അബൌട്ട് നോൺ കോൺടാക്ട് ഫോഴ്സ്? ഒരു കോൺടാക്റ്റും ഇല്ലാണ്ട് ഉണ്ടാകുന്ന ഫോഴ്സസ് ഏതൊക്കെയാണ്? ഗ്രാവിറ്റേഷണൽ ഫോഴ്സ് അല്ലേ. ഇപ്പോൾ ഗ്രാവിറ്റേഷണൽ ഫോഴ്സ് ഉണ്ടാകുമ്പോൾ എന്തെങ്കിലും കോൺടാക്റ്റ് ഉണ്ടോ? ഗ്രാവിറ്റേഷണൽ ഫോഴ്സ്
ഫോർ എക്സാമ്പിൾ ഒരു ഒബ്ജക്റ്റിലെ നമ്മൾ ഗ്രാവിറ്റേഷണൽ ഫോഴ്സ് എന്ന് പറയുമ്പോൾ തന്നെ മാങ്ങയോ തേങ്ങയൊക്കെയാണ് പറയുക അല്ലേ. ഇപ്പോൾ ഒരു ഒബ്ജക്റ്റ് വെൻ an object is falling from a place there is no contact between that object and the ground, isn't it? But still that object is coming down, so still there is a force of attraction between both, so that force is a non-contact force, that is, which means there is no contact between them, right? So that is an example for non-contact force. Now what about magnetic force? Magnetic force, there is no contact between the two magnets, but still there is a force of attraction between them, right? So magnetic force is a non-contact force. Now what about muscular force? Muscular force is a contact force. Frictional force is a contact force. Muscular force, frictional force, etc. So these are examples for contact force and non-contact force. Now we can define non-contact forces. A non-contact force is a type of force that acts on an object without any physical contact between the objects involved. Without any physical contact. For example, frictional force. For example, spring force, muscular force. So this is frictional force, spring force, muscular force endana non-contact alla, that is contact force. Alright, frictional force അതുപോലെ spring force, muscular force ഇതൊക്കെ എന്താ contact force ആണ്, because there is a contact between the two surface. Now when coming to non-contact force, an example ആണ് magnetic force, gravitational force, അതുപോലെ തന്നെ electrostatic force അല്ലേ, the force between the charged particle. There is no need of any contact between the two objects, but still there is a force. So electrostatic force is also a non-contact force. What is electrostatic force? The force between the charged particles. Alright, so that is also a non-contact force. Again, നമ്മൾ പല ടൈപ്സ് ഓഫ് ഫോഴ്സസ് പഠിച്ചു. അതിൽ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ഫോഴ്സ് ആണ് ഫ്രിക്ഷണൽ ഫോഴ്സ്. ക്യാൻ യു ടെൽ മീ ചിൽഡ്രൻ വാട്ട് ഈസ് എ ഫ്രിക്ഷണൽ ഫോഴ്സ്? എന്താണ് ഫ്രിക്ഷണൽ ഫോഴ്സ്? ഒന്ന് പറഞ്ഞു നോക്കിക്കേ. വാട്ട് ഈസ് എ ഫ്രിക്ഷണൽ ഫോഴ്സ്? ഫ്രിക്ഷണൽ ഫോഴ്സ് എന്ന് പറയുന്നത് നമുക്കറിയാം, is it needed? Of course, friction is very much needed, right? അല്ലേ, നമ്മളൊരു എസെൻഷ്യൽ എവിൽ എന്ന് പറയും. എന്തുകൊണ്ടാ നമുക്ക് ഫ്രിക്ഷണൽ ഫോഴ്സ് എന്തുകൊണ്ടാ? എല്ലാവരും ഒന്ന് ഓർത്ത് നോക്കിക്കേ. ഫ്രിക്ഷണൽ ഫോഴ്സ് നമുക്ക് വളരെ ആവശ്യമാണ്, എന്നാൽ ഫ്രിക്ഷണൽ ഫോഴ്സിന് അത്ര തന്നെ നെഗറ്റീവ്സ് ഉണ്ട് അല്ലേ. വാട്ട് ഈസ് ദ യൂസ് ഓഫ് എ ഫ്രിക്ഷണൽ ഫോഴ്സ്? നമുക്ക് നടക്കാൻ പറ്റുന്നതിന് എന്തുകൊണ്ടാണ്? ഫ്രിക്ഷൻ ഉള്ളത് കൊണ്ടല്ലേ. യെസ് അല്ലെ, ഞാൻ ഈ പെന്ന് ഹോൾഡ് ചെയ്തു, ഞാനിവിടെ എഴുതുന്നത് എന്തുകൊണ്ടാണ്? friction force ഉള്ളത് കൊണ്ടാണ് അല്ലേ. that's why I am able to hold this pen, right? So friction force is very useful. At the same time there are lot of demerits or lot of disadvantages അല്ലേ. അപ്പോൾ എന്താണ് frictional force? What was frictional force? നിങ്ങൾ ചെറിയ ക്ലാസ്സിൽ പഠിച്ചതാണ്, ബട്ട് നമുക്കൊന്ന് റീകോൾ ചെയ്ത് പോവാം. So frictional force means what? Just here that this boy is pulling that box, right? So here the box and the ground is in contact with each other. The boy is pulling that box and the box and the ground is in contact with each other. Now what happens when he pull this? Obviously the box will move. Move means what? The box, there will be a relative motion between the box and the ground. So once while he is pulling that box, what happens? The box will move. The box will move means what? There will be a relative motion between the box and the ground. So when there is a relative motion, what happens? There comes an opposing force which opposes. There comes a force which opposes the motion of the body. ഇപ്പം ഒരു ഒബ്ജക്റ്റിൻ്റെ ഒരു സർഫസിൻ്റെ മുകളിലൂടെ മറ്റൊരു സർഫസ് ഇതുപോലെ മൂവ് ചെയ്യുമ്പോൾ what happens? When there is a relative motion, whenever there is a relative motion, there will be a force which opposes the relative motion. ഈ relative motion oppose ചെയ്തുകൊണ്ട് മറ്റൊരു ഫോഴ്സ് അവിടെ ഉണ്ടാവുന്നു. അതിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്? ഫ്രിക്ഷണൽ ഫോഴ്സ് എന്ന് പറയുന്നത്. ഓൾറൈറ്റ്, സോ ഫോഴ്സ് ദാറ്റ് ഓപ്പോസസ് ദ റിലേറ്റീവ് മോഷൻ ബിറ്റ്വീൻ ടു സർഫസ് ഇൻ കോൺടാക്ട്, അതിനെയാണ് ഫ്രിക്ഷണൽ ഫോഴ്സ് എന്ന് പറയുന്നത്. സോ വാട്ട് ഈസ് എ ഫ്രിക്ഷണൽ ഫോഴ്സ്? ഫോഴ്സ് ദാറ്റ് ഓപ്പോസസ് ദ റിലേറ്റീവ് മോഷൻ ബിറ്റ്വീൻ ദി ടു സർഫസ്. ഇപ്പോൾ ഒരു സർഫസിന്റെ മുകളിലൂടെ മറ്റൊരു സർഫസ് മൂവ് ചെയ്യാണ് എങ്കിൽ അതിന്റെ റിലേറ്റീവ് മോഷനെ ഒപ്പോസ് ചെയ്തുകൊണ്ട് ആ സർഫസിന് ഓപ്പോസ് ചെയ്തുകൊണ്ട് ഉണ്ടാകുന്ന ഫോഴ്സിനെയാണ് നമ്മൾ ഫ്രിക്ഷണൽ ഫോഴ്സ് എന്ന് പറയുന്നത്. അതായത് നമ്മൾ റിലേറ്റീവ് മോഷന്റെ ഡയറക്ഷനെ ഒപ്പോസ് ചെയ്തുകൊണ്ട് ആ സർഫസിനിടയിൽ ഉണ്ടാകുന്ന ഫോഴ്സിനെയാണ് ഫ്രിക്ഷണൽ ഫോഴ്സ് എന്ന് പറയുന്നത്.
Now we have different types of friction. We have in smaller classes maybe you have already learned about rolling friction and sliding friction. Friction when an object rolls and friction when an object slides over other object. Roll ചെയ്ത് പോകുമ്പം അതുപോലെ സ്ലൈഡ് ചെയ്ത് പോകുമ്പം അതിൻ്റെ ഇടയിൽ ഉണ്ടാകുന്ന ഫ്രിക്ഷൻ അല്ലേ. ഇപ്പോൾ റോളിംഗ് ഫ്രിക്ഷൻ ആണോ സ്ലൈഡിംഗ് ഫ്രിക്ഷൻ ആണോ കൂടുതൽ ഉണ്ടാവുക? ഒരു ഒബ്ജക്റ്റ് റോൾ ചെയ്ത് പോകുമ്പോൾ എന്താ ഫ്രിക്ഷൻ കുറവായിരിക്കും അല്ലേ, പെട്ടെന്ന് റോൾ ചെയ്ത് പോകും. സ്ലൈഡ് ചെയ്ത് പോകുമ്പോഴാണ് ഫ്രിക്ഷൻ കൂടുതൽ ഉണ്ടാവുക. Next, now there is static friction, limiting friction and dynamic friction. Now what is a static friction? Just imagine ഇപ്പോൾ നമ്മൾ ഫ്രിക്ഷൻ ഉണ്ടെന്ന് പറഞ്ഞു അല്ലേ. ഇപ്പോൾ ഒരു ഒബ്ജക്റ്റ് മറ്റൊരു ഒബ്ജക്റ്റിൻ്റെ മുകളിലൂടെ സർഫസിലൂടെ when it is moving there is an friction. Now just imagine I am keeping my pen on this table. Is there a friction on this table on this pen right now? I am not pushing, I am not applying any kind of force here. അപ്പോൾ ഞാൻ ഒരു ഫോഴ്സും കൊടുക്കാണ്ട് ഒരു പെന്ന് ഒരു റസ്റ്റിലുള്ള ഒരു ഒബ്ജക്റ്റിൽ ഇവിടെ ഇപ്പോൾ ഫ്രിക്ഷൻ ഉണ്ടോ? ഇല്ല. ഇപ്പോൾ ഈ ഒരു മോഷൻ ഇല്ലാത്തത് കൊണ്ട് തന്നെ, ഒരു റിലേറ്റീവ് മോഷൻ ഇല്ലാത്തത് കൊണ്ട് തന്നെ, അല്ലെങ്കിൽ നമ്മൾ അതിലേക്ക് ഒരു ഫോഴ്സ് ഒന്നും അപ്ലൈ ചെയ്യുന്നില്ല. ഇപ്പോൾ ഇതിലെന്താണ്? ഫ്രിക്ഷൻ ഇല്ല. Now just imagine now ഞാൻ ഇതിലേക്കൊരു ഫോഴ്സ് കൊടുക്കുകയാണെങ്കിൽ then there will be static friction. Alright, static friction എന്ന് പറഞ്ഞാൽ എന്താ? The opposing force that comes into play when one body tends to move over the surface of another but the actual motion has not yet started. അതായത് ഒരു ഒബ്ജക്റ്റിൻ്റെ മുകളിൽ ഒബ്ജക്റ്റ് റെസ്റ്റിലാണോ? അതെ, റെസ്റ്റിലാണ്. അതിലേക്ക് നമ്മൾ ഫോഴ്സ് അപ്ലൈ ചെയ്തു, അത് മൂവ് ചെയ്തോ? ഇല്ല. മൂവ് ചെയ്യുന്നതിന് മുമ്പേ ഉള്ള ഫ്രിക്ഷൻ അല്ലേ, അത് മൂവ് ചെയ്യാതിരിക്കാതെ ദാറ്റ് ടെൻഡൻസി ടു സ്റ്റേ റെസ്റ്റ്. Okay, so the opposing force that comes into play when one body tends to move over another but the actual motion has yet not started. Actual motion start ചെയ്തിട്ടുണ്ടോ? ഇല്ല. അതിന് മുമ്പേ ഉള്ള ഫ്രിക്ഷൻ, അതിനെയാണ് നമ്മൾ സ്റ്റാറ്റിക് ഫ്രിക്ഷൻ എന്ന് പറയുന്നത്. Next is limiting friction. What is limiting friction? What is limiting friction? If the applied force is increased, അങ്ങനെ നമ്മൾ ഇപ്പോൾ ഒരു ബോഡീൻ്റെ മുകളിൽ നമ്മളൊരു ഫോഴ്സ് അപ്ലൈ ചെയ്തു, അത് മൂവ് ചെയ്യുന്ന തൊട്ട് മുമ്പ് വരെയുള്ള ഫ്രിക്ഷൻ എന്ന് പറയുന്നത് എന്താണ്? സ്റ്റാറ്റിക് ഫ്രിക്ഷൻ ആണ്. ഇനി എഗെയിൻ നമ്മൾ ആ ഫോഴ്സ് അപ്ലൈ ചെയ്തുകൊണ്ടിരിക്കുകയാണ്, the force of static friction also increases if the applied force exceed a certain value. അപ്പോൾ നമ്മൾ അപ്ലൈ ചെയ്യുന്ന ഫോഴ്സ് ഒരു certain value കഴിഞ്ഞാൽ what happens? The object move അല്ലേ. After exceeding a certain value the object move. Now the body starts moving. This maximum value of static friction which body does not move is called limiting friction. ഈ സ്റ്റാറ്റിക് ഫ്രിക്ഷൻ്റെ മാക്സിമം വാല്യൂ, അതായത് ബോഡി മൂവ് ചെയ്യുന്നതിന് തൊട്ട് മുമ്പ് വരെയുള്ള അതിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്? ലിമിറ്റിംഗ് ഫ്രിക്ഷൻ ഓർ ദി മാക്സിമം വാല്യൂ ഓഫ് സ്റ്റാറ്റിക് ഫ്രിക്ഷൻ, ദാറ്റ് ഈസ് ലിമിറ്റിംഗ് ഫ്രിക്ഷൻ. Now what about dynamic friction? Dynamic friction അഥവാ kinetic friction. Dynamic friction is also known as what? Kinetic friction. ഒരു ഒബ്ജക്റ്റ് മൂവ് ചെയ്യുമ്പോഴുണ്ടാകുന്ന ഫ്രിക്ഷനെയാണ് നമ്മൾ ഡൈനാമിക് ഫ്രിക്ഷൻ അല്ലെങ്കിൽ കൈനറ്റിക് ഫ്രിക്ഷൻ എന്ന് പറയുന്നത്. Alright, if a body is in motion, the friction opposing the motion of a body is called kinetic friction or dynamic friction. So what is a dynamic friction or a kinetic friction? The friction of the friction when the object is moving. ഒരു ഒബ്ജക്റ്റ് മൂവ് ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ അതിലുണ്ടാവുന്ന ഫ്രിക്ഷനെയാണ് നമ്മൾ ഡൈനാമിക് ഫ്രിക്ഷൻ അഥവാ കൈനറ്റിക് ഫ്രിക്ഷൻ എന്ന് പറയുന്നത്. Next, advantages. Now friction negatives മാത്രമാണോ ഉള്ളൂ? അല്ല, there are lot of positive അല്ലേ. നോക്കാം. Helps in walking. We are able to walk because of the friction. Now tell me, where is the friction happening? Which are the two places? Which are the two surface? അല്ലേ, നമ്മൾ നടക്കുന്ന സമയത്ത് എല്ലാവരും ഒന്ന് പറഞ്ഞു നോക്കിക്കേ, നമ്മൾ നടക്കുന്ന സമയത്ത് ഫ്രിക്ഷൻ ഉണ്ടാവുന്നുണ്ട്. ഏത് രണ്ട് സർഫസിൻ്റെ ഇടയിലാണ്? When you are walking, what's happening? You're pushing the ground backward. You're pushing the ground backward and that's why ground is pushing you in forward direction. So there is a friction. Now enables vehicles to move. Vehicles are able to move because of friction. Otherwise what happens? It may slip, isn't it? Now friction between tires and the road allow vehicles to start, stop, etc. Helps in holding object. We are able to hold an object because of friction. If there is no friction means what? It will slip, isn't it? For example, we can reduce friction by putting oil and grease. Just imagine if I am putting oil and grease here, what happens? I am not able to hold this, right? This will slip. Now friction between our fingers and object help us grip them firmly. Now disadvantages. Now same like there are a lot of advantages, at the same time there is a lot of disadvantages also. What are they? First one is produces heat. So this friction, the friction means what? There is an opposing force creating all the time, right? So what happens? It will produce a heat. So that is energy loss. The heat will leads to energy loss. Now it will reduce efficiency, again cause wear and tear. For example, in tire and all, it will cause wear and tear. Alright. Now
pressure and the last topic, that is pressure and thrust. So from the part of friction you have to learn about the rolling friction, sliding friction, etc. and the examples, the friction in our day to day life. When you look around you can see lot of examples where in our everyday life about friction, like how this friction is helping us, at the same time how the friction is doing a like disturbing us, or it is disturbing you. Now next topic is pressure and thrust. നമുക്ക് പ്രഷർ ആൻഡ് ത്രസ്റ്റിലേക്ക് പോവാം. വൈ ഈസ് ഇറ്റ് ഈസിയർ ടു കട്ട് വെജിറ്റബിൾസ് വിത്ത് എ ഷാർപ്പ് നൈഫ് ദാൻ എ ബ്ലണ്ട് വൺ? ഓക്കെ, ഇപ്പം നിങ്ങൾ കിച്ചണിൽ കയറിയിട്ട് വെജിറ്റബിൾസ് ഒക്കെ കട്ട് ചെയ്തിട്ടുണ്ടാവില്ലേ? ഉണ്ടാവും അല്ലേ? ഒബ്വിയസ്ലി ഉണ്ടാവും. അപ്പം നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടോ ആ സമയത്ത് വെജിറ്റബിൾസ് കട്ട് ചെയ്യുമ്പോൾ നിങ്ങൾ ഷാർപ്പായിട്ടുള്ള നൈഫാണോ അല്ലെങ്കിൽ ബ്ലെൻഡ് ആയിട്ടുള്ള അല്ലെങ്കിൽ തിക്കായിട്ടുള്ള, ഇപ്പോൾ അറ്റത്ത് ഇതുപോലെ തിക്കായിട്ടുള്ള നൈഫ്, ഇത് ഷാർപ്പാണ്. ഓക്കെ, ഇനി തിക്കായിട്ടുള്ള അല്ലെങ്കിൽ ബ്ലെൻഡ് ആയിട്ടുള്ള നൈഫ് യൂസ് ചെയ്ത് കട്ട് ചെയ്യുമ്പോഴാണോ ഈസി ആയിട്ട് കട്ട് ചെയ്യാൻ പറ്റുക? നൈഫ് ഷാർപ്പ് നൈഫ് ആകുമ്പോൾ നമുക്ക് പെട്ടെന്ന് കട്ട് ചെയ്യാൻ പറ്റും. അതെന്തുകൊണ്ടായിരിക്കും? നൈഫ് ഷാർപ്പ് ആകുമ്പോൾ നമുക്ക് ഈസി ആയിട്ട് കട്ട് ചെയ്യാൻ പറ്റും, എന്നാൽ നമുക്ക് ബ്ലെൻഡ് ആയിട്ടുള്ള നൈഫ് കൊണ്ട് കട്ട് ചെയ്യാൻ പറ്റുന്നില്ല. അതിൻ്റെ റീസൺ എന്താണ്? ഓക്കെ, അതിൻ്റെ റീസൺ പഠിക്കുന്നവഴേക്കും നമുക്ക് അതിന് മുമ്പ് ത്രസ്റ്റ് എന്താണ്, പ്രഷർ എന്താണ് ജസ്റ്റ് ഒന്ന് പറഞ്ഞു പോവാം. ഓക്കെ, ത്രസ്റ്റ് എന്ന് പറഞ്ഞാൽ എന്താ? ഇപ്പോൾ ഫോർ എക്സാമ്പിൾ, now you are cutting a vegetable, right? So you are applying a force perpendicular to the vegetable. അല്ലേ, നമ്മൾ വെജിറ്റബിൾസ് കട്ട് ചെയ്യുമ്പോൾ നിങ്ങൾ ഇതേപോലെ വെജിറ്റബിൾ പെർപെൻഡിക്കുലർലി ഒരു ഫോഴ്സ് അപ്ലൈ ചെയ്യാണ്. സോ ദാറ്റ് ഫോഴ്സ് ഇസ് നോൺ ആസ് വാട്ട്? ത്രസ്റ്റ്. സോ വാട്ട് ഇസ് ത്രസ്റ്റ്? ഫോഴ്സ് ആക്ടിങ് ഓൺ എൻ ഒബ്ജെക്ട് പെർപെൻഡിക്കുലർ ടു സർഫസ് ഇസ് കോൾഡ് ത്രസ്റ്റ്. നമ്മൾ പെർപെൻഡിക്കുലർ ആയിട്ട് ഫോഴ്സ് അപ്ലൈ ചെയ്യുകയാണെങ്കിൽ ആ ഫോഴ്സിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്? ത്രസ്റ്റ് എന്ന് പറയുന്നത്. ഇനി പ്രഷർ എന്ന് പറഞ്ഞാൽ എന്താ? ഫോഴ്സ് ആക്ടിങ് പെർ യൂണിറ്റ് ഏരിയ ഇസ് കോൾഡ് പ്രഷർ. Force acting per unit area is called what? Pressure. Alright, force acting per unit area is called pressure. Now again, before that, let's give what is the equation for pressure? ഈ ഫോഴ്സിൻ്റെയും പ്രഷറിൻ്റെയും ഒക്കെ ഇക്വേഷൻ നമ്മൾ പഠിക്കണം. ഫോഴ്സിൻ്റെ ഇക്വേഷൻ നമ്മൾ പഠിച്ചായിരുന്നു അല്ലേ? ഫോഴ്സിൻ്റെ ഇക്വേഷൻ നമുക്കറിയാം, ഫോഴ്സ് ഈക്വൽ ടു മാസ് ഇൻറ്റു ആക്സിലറേഷൻ. Now what about pressure? Pressure is equal to force by area. Pressure is equal to force divided by area. പ്രഷറിൻ്റെ ഇക്വേഷൻ എന്ന് പറയുന്നത് ഫോഴ്സ് ബൈ ഏരിയ ആണ്. അഥവാ ത്രസ്റ്റ് ബൈ ഏരിയ. വി ക്യാൻ സേ ത്രസ്റ്റ് എന്ന് പറഞ്ഞാൽ എന്താ? ഇറ്റ്സ് നത്തിങ് ബൈ പെർപെൻഡിക്കുലർ ഫോഴ്സ് അല്ലേ? ത്രസ്റ്റ് എന്ന് പറയുന്നത് പെർപെൻഡിക്കുലർ ഫോഴ്സ് തന്നെയാണ്. സോ വി ക്യാൻ സേ ദാറ്റ് ത്രസ്റ്റ് ബൈ ഏരിയ. നൗ വാട്ട് ഈസ് ദ യൂണിറ്റ് ഓഫ് ദാറ്റ്? യൂണിറ്റ് is Pascal. Unit is what? Unit is Pascal, and we can represent like this. Alright, SI unit of pressure. Now what is pressure? It is the force acting per unit area. Alright, now what about thrust? Thrust is the perpendicular force. Now ini para idil ninnu namukku, how can you say that what is the why we are using sharp knife instead of blunt one? What happens when you use a blunt one? Here from this equation we can see that pressure is equal to force divided by area, isn't it? P is equal to F by A. So what happens here? When area increases, what happens? Pressure decreases. അല്ലേ? ഏരിയ കൂടുമ്പോൾ പ്രഷർ എന്താവും? കുറയും. ഇനി ഏരിയ കുറയുമ്പോൾ എന്താ? ഏരിയ കുറയുമ്പോൾ പ്രഷർ കൂടും. ഇൻവേഴ്സ്ലി പ്രൊപ്പോർഷണൽ അല്ലേ? പ്രഷർ ആൻഡ് ഏരിയ ഈസ് ഇൻവേഴ്സ്ലി പ്രൊപ്പോർഷണൽ. ഈവൻ ദോ യു ആർ പ്രൊവൈഡിങ് സെയിം ഫോഴ്സ്, നമ്മൾ സെയിം ഫോഴ്സ് കൊടുക്കുകയാണ്. ഇപ്പം നിങ്ങളൊരു നല്ല തിക്കായിട്ടുള്ളൊരു നൈഫ്, അതുപോലെ വളരെ തിന്നായിട്ട് ഷാർപ്പായിട്ടുള്ളൊരു നൈഫ്, ഓക്കെ, വരച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് കൺഫ്യൂഷൻ ആവും. സോ ജസ്റ്റ് ഇമേജിൻ വളരെ ബ്ലെൻഡ് ആയിട്ടുള്ള ഒരു നൈഫും അതുപോലെ വളരെ ഷാർപ്പായിട്ടുള്ള ഒരു നൈഫും എടുത്തു. അപ്പോൾ ഈ രണ്ട് കേസിലും ഏരിയ കൂടുതൽ ഏതായിരിക്കും? ബ്ലെൻഡ് ആയിട്ടുള്ള അല്ലേ? തിക്കായിട്ടുള്ള നൈഫിന്, വൈഡർ ആയിട്ടുള്ള നൈഫിനല്ലേ? അപ്പം അങ്ങനെ ആകുമ്പോൾ ഏരിയ കൂടുമ്പോൾ എന്താ സംഭവിക്കുക? ഏരിയ കൂടുമ്പോൾ പ്രഷർ കുറയും. എന്നാൽ ഏരിയ കുറയുമ്പോൾ എന്താ? പ്രഷർ കൂടും. അപ്പം നമ്മൾ രണ്ട് നൈഫിലും നമ്മൾ സെയിം ഫോഴ്സ് ആണ് അപ്ലൈ. ഈവൻ ദോ യു ആർ അപ്ലൈയിങ് സെയിം ഫോഴ്സ്, still area is less. In which knife have less area will have more pressure. Alright, so that's why we are using sharp knife. It's better to use sharp knife to reduce area. Alright, now let us go to another example. Now what about war tanks? War tanks lok ningal kandittundav. Instead of tire, നമ്മൾ നോർമൽ ബസ്സിൽ കാറിലൊക്കെ ഉപയോഗിക്കുന്ന ടയർ പോലെയാണോ? No, they use tracks. This is known as tank tracks. Instead of tires in the tank tracks ആണ് ഉണ്ടാവുക. What is the reason for that?
കാരണം ഏരിയ കൂട്ടാൻ വേണ്ടിയിട്ടാണ്. അതായത് നമ്മൾ വാർ ടാങ്ക്സിൻ്റെ ഒക്കെ പ്രത്യേകത എന്താ? ദേ യൂസ് ടു ട്രാവൽ ഇൻ മഡി ഏരിയ അല്ലേ. നമ്മൾ മൗണ്ടെയ്ൻസിലൂടെ മഡി അല്ലെങ്കിൽ ചളിയും മണ്ണും ഒക്കെ നിറഞ്ഞ് നമ്മൾ ഇതുപോലെ താറിട്ട റോഡിലൂടെയാണോ വാർ ടാങ്ക്സ് ട്രാവൽ ചെയ്യുക? അല്ല, വേറെ പല പല സ്ഥലങ്ങളിലൂടെയും ട്രാവൽ ചെയ്യേണ്ടി വരും. അപ്പം അങ്ങനത്തെ സിറ്റുവേഷനിൽ എന്താ സംഭവിക്കുക? ആൻഡ് ദിസ് വെഹിക്കിൾ ഈസ് വെരി മച്ച് ഹെവി അല്ലേ, വളരെ ഹെവിയാണ്. സോ എന്ത് സംഭവിക്കും? അത് സിങ്ക് ആവാൻ സാധ്യതയുണ്ട്. അപ്പം അത് പ്രിവെൻറ്റ് ചെയ്യണമെങ്കിൽ എന്താ? സിങ്ക് ആവാന്ന് പറഞ്ഞാൽ എന്തുകൊണ്ടാണ്? അതിൻ്റെ പ്രഷർ കാരണമല്ലേ. So we have to reduce the pressure. How can you reduce the pressure? We can reduce the pressure by increasing the area. We know that pressure is equal to force divided by area. So we can reduce the pressure by increasing the area. Now how can you increase the area? We can increase the area by using, instead of tires we can use tank tracks. ഏരിയ കൂട്ടും അല്ലേ. അപ്പം നമ്മൾ സാധാരണ ടയറിന് പകരം ഇതുപോലെയുള്ള ട്രാക്സ് കൊണ്ടുവരുമ്പോൾ, ടാങ്ക് ട്രാക്സ് കൊണ്ടുവരുമ്പോൾ എന്താ? ട്രാക്സ് കൊണ്ടുവരുമ്പോൾ എന്തായി? ഏരിയ കൂടിയപ്പോൾ എന്തായി? ഏരിയ കൂടിയപ്പോൾ പ്രഷർ കുറഞ്ഞു. പ്രഷർ കുറയുന്നത് കൊണ്ട് തന്നെ ഇപ്പം മഡിലൂടെയൊക്കെ ഇതുപോലെയുള്ള ട്രാക്സ് ഒക്കെ ആകുമ്പോൾ മഡിലൂടെയും പെട്ടെന്ന് സഞ്ചരിക്കുക അല്ലെ, മഡിലൂടെ ട്രാവൽ ചെയ്യാനും തന്നെ പറ്റുന്നത് എന്തുകൊണ്ടാണ്? നമ്മൾ പ്രഷർ ഈക്വൽ ടു ഫോഴ്സ് ബൈ ഏരിയ ഓർത്ത് വെക്കുക. പ്രഷർ ഏരിയ കൂടുമ്പം എന്ത് സംഭവിക്കും? പ്രഷർ കുറയും. അതുകൊണ്ട് തന്നെയാണ് ഇപ്പം നിങ്ങൾ എന്താ പറയുക, ക്യാമൽ അല്ലേ, നമ്മൾ മരുഭൂമിയിൽ ഡെസേർട്ടിലുള്ള ക്യാമലിൻ്റെ കാല് അല്ലേ, അതെന്തായിരിക്കും? ഫ്ലാറ്റ് ആയിരിക്കും അടിഭാഗത്ത്. എന്തുകൊണ്ടാണ്? അതുകൊണ്ട് ഏരിയ അതിൻ്റെ റീസൺ എന്താ? കാരണം ഏരിയ കൂടുതൽ കൊണ്ടാണ് അതിന് നടക്കാൻ പറ്റുന്നത്. ജസ്റ്റ് ഇമേജിൻ, അത് ഷാർപ്പ് ആണെങ്കിൽ അതിന് നടക്കാൻ പറ്റുമോ? ഇല്ല, അത് സിങ്ക് പൂഴിയിൽ താഴ്ന്നു പോകും അല്ലേ. അപ്പം ഏരിയ കൂടുന്നതനുസരിച്ച് എന്താ സംഭവിക്കുക? ഏരിയ കൂടുന്നതനുസരിച്ച് പ്രഷർ കുറയും. ഓൾറൈറ്റ്. സോ അടുത്തൊരു ടോപ്പിക്ക് നമുക്ക് നോക്കാം. സോ അടുത്തൊരു ക്വസ്റ്റ്യൻ ആണ്. ലെറ്റ്സ് സീ, വൈ ഡസ് എ വുഡൻ ബ്ലോക്ക് ഫ്ലോട്ട് ഓൺ വാട്ടർ? ഓക്കെ, ഇപ്പം നമുക്കറിയാം വുഡൻ ബ്ലോക്സ് ആണെങ്കിൽ ഇറ്റ് വിൽ ഫ്ലോട്ട് ഓൺ വാട്ടർ. ഇൻസ്റ്റെഡ് ഓഫ് സിങ്കിങ് ഇറ്റ് വിൽ ഫ്ലോട്ട് ഓൺ ദ വാട്ടർ. നൗ വാട്ട് അബൌട്ട് ഇൻസ്റ്റെഡ് ഓഫ് വുഡ്, ഇഫ് ഇറ്റ് ഈസ് എ മെറ്റൽ ഇറ്റ് വിൽ സിങ്ക്, റൈറ്റ്? നൗ വാട്ട് ഈസ് ദ റീസൺ ഫോർ ദാറ്റ്? അല്ലെ, ഒരു ഒബ്ജക്റ്റ് ഫ്ലോട്ട് ചെയ്യുന്നത്, സിങ്ക് ചെയ്യുന്നത് എന്തുകൊണ്ടാണ്? ഓഫ് കോഴ്സ് ഡെൻസിറ്റീൻ്റെ ബേസിലാണ് അല്ലേ. എന്തിൻ്റെ ബേസിലാണ്? ഡെൻസിറ്റീൻ്റെ ബേസിലാണ്. ഇപ്പം ഡെൻസിറ്റി കൂടുതലാണ്. നമ്മൾ ഒബ്ജക്റ്റിൻ്റെ ഡെൻസിറ്റി ഓഫ് ദ ഒബ്ജക്റ്റ്, ഡെൻസിറ്റി ഓഫ് ഒബ്ജക്റ്റ് ഡെൻസിറ്റി ഓഫ് വാട്ടർ, നമ്മൾ വാട്ടറിൻ്റെ ഡെൻസിറ്റിനേക്കാളും കൂടുതലാണെങ്കിൽ എന്ത് സംഭവിക്കും? സിങ്ക്. അത് എന്താ? മുങ്ങിപ്പോവും അല്ലേ, സിങ്ക് ചെയ്യും. എന്നാൽ ഫ്ലോട്ട് ചെയ്യണമെങ്കിൽ എന്തായിരിക്കണം? ഫ്ലോട്ട് ചെയ്യണമെങ്കിൽ ഡെൻസിറ്റി ഓഫ് ദി മെറ്റീരിയൽ ഓർ ദി ഡെൻസിറ്റി ഓഫ് ദ ഒബ്ജക്റ്റ് വാട്ടറിൻ്റെ ഡെൻസിറ്റിനേക്കാളും എന്തായിരിക്കണം? കുറവായിരിക്കണം. ഡെൻസിറ്റി ഓഫ് വാട്ടറിനേക്കാൾ കുറവായിരിക്കണം. എങ്കിൽ എന്ത് സംഭവിക്കും? ഇറ്റ് വിൽ ഫ്ലോട്ട്. വാട്ടറിൻ്റെ ഡെൻസിറ്റിയേക്കാൾ കുറവാണെങ്കിൽ എന്തായിരിക്കും? ഇറ്റ് വിൽ ഫ്ലോട്ട്. അപ്പോൾ ഡെൻസിറ്റി ഒരു പ്രധാനപ്പെട്ട റീസൺ ആണ്. ഇനി മറ്റൊരു റീസൺ എന്ന് പറയുന്നത്, അല്ലെങ്കിൽ നമുക്കറിയാം ഒരു ബോള് ഇതുപോലെ നിങ്ങളൊരു ഒരു 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 വെസൽ എടുക്കുക, അതിലേക്ക് നിങ്ങളൊരു ബോൾ ഇടുകയാണെന്ന് വിചാരിച്ചാൽ നിങ്ങൾക്കറിയാം എന്താ ആ ബോളിൽ ആക്ട് ചെയ്യുന്ന ഫോഴ്സസ് എന്തൊക്കെയാണ്? നമുക്കറിയാം താഴേക്ക് എപ്പോഴും ഒരു ഗ്രാവിറ്റേഷണൽ ഫോഴ്സ് ഉണ്ടാവും. എന്നാൽ ഈ ഗ്രാവിറ്റേഷണൽ ഫോഴ്സിനെ ഒപ്പോസ് ചെയ്തുകൊണ്ട് അത്ര തന്നെ എന്താ മുകളിലേക്ക് ഒരു ഫോഴ്സ് ഉണ്ട്. ആ ഫോഴ്സിനെയാണ് നമ്മൾ ബോയന്റ് ഫോഴ്സ് എന്ന് പറയുന്നത്. എന്താണ് ബോയന്റ് ഫോഴ്സ്? The upward force exerted by a liquid on an object that is partially or completely immersed in it is called a buoyant force. എന്താണ് ബോയന്റ് ഫോഴ്സ് എന്ന് പറയുന്നത്? ഒരു ഒബ്ജക്റ്റ് പാർഷ്യലി അല്ലെങ്കിൽ കംപ്ലീറ്റ്ലി ഇമ്മേഴ്സ് ചെയ്ത സമയത്ത് ദി അപ്വേർഡ് ഫോഴ്സ് എക്സേർട്ടഡ് ഓൺ ദാറ്റ്. സോ ഒരു ഒബ്ജക്റ്റ് പാർഷ്യലി അല്ലെങ്കിൽ കംപ്ലീറ്റ്ലി ഒരു ലിക്വിഡിലേക്ക് ഇമ്മേഴ്സ് ചെയ്ത സമയത്ത് എന്താ അതിനെ ഒപ്പോസ് ചെയ്തുകൊണ്ട് എന്താ ഒരു അപ്വേർഡ് ഫോഴ്സ് ആക്ട് ചെയ്യുന്നുണ്ട് ആ ഒരു ഒബ്ജക്റ്റിലേക്ക്. അതിനെയാണ് നമ്മൾ ബോയന്റ് ഫോഴ്സ് എന്ന് പറയുന്നത്. അടുത്ത ടോപ്പിക്ക് നമുക്ക് നോക്കാം, ആർക്കിമിഡീസ് പ്രിൻസിപ്പൽ. ഓൾറൈറ്റ്, സോ വാട്ട് ഈസ് ആർക്കിമിഡീസ് പ്രിൻസിപ്പൽ? When a body is partially or fully immersed in a fluid, when a body is partially or fully immersed in a fluid, അതായത് ഒരു ഒബ്ജക്റ്റ് നമ്മളൊരു പാർഷ്യലി അല്ലെങ്കിൽ മൊത്തമായിട്ടൊരു ഫ്ലൂയിഡിലേക്ക് എന്താ മുങ്ങി നിൽക്കുകയാണെന്ന് വിചാരിക്കുക. ഇറ്റ് എക്സ്പീരിയൻസ് ആൻ അപ്വേർഡ് ഫോഴ്സ് അല്ലേ, ഒരു അപ്വേർഡ് ഫോഴ്സ് എക്സ്പീരിയൻസ് ചെയ്യും. നമ്മളിപ്പോൾ പഠിച്ചു അല്ലേ, ഒരു വെസലിൽ നിങ്ങൾ വെള്ളം എടുത്തു, ഒരു ബീക്കറിൽ വെള്ളം എടുത്തു, and if I am putting a ball, so what happens here? There will be an upward force acting here, and that is known as what? Buoyant force. Alle? Yes, that is buoyant force. Now it experiences an upward force. That upward force is nothing but buoyant force. Now that is equal to the weight of the fluid displaced by it. അപ്പം ഈ upward force എത്രയാണോ അത്ര തന്നെയാണ് നമ്മൾ ഇപ്പോൾ ഒബ്വിയസ്ലി നമ്മൾ ഇവിടെ ഒരു ഈ ഒരു ബോളിൻ്റെ മാസ് എന്ന് പറയുന്നത് 2 kg ആണെന്ന് വിചാരിക്കുക. സോ
when you are putting a 2 kg mass in a water, what happens? There is a some amount of water will comes out, right? So we are collecting it in another beaker. Just imagine, ഇപ്പം നമ്മളൊരു ബീക്കറിൽ വെള്ളം എടുത്തു, അതിലേക്ക് ഒരു ബോൾ ഇടുകയാണ്, 2 kg മാസുള്ള ഒരു ബോൾ ഇടുകയാണ്. അപ്പം അതേസമയം നമ്മൾ എന്താ ബീക്കറിന് ഒരു ചെറിയ ഹോൾ വെച്ചു, ആ പുറത്തേക്ക് പോകുന്ന വെള്ളത്തിനെ കളക്ട് ചെയ്തു എങ്കിൽ, if you are putting a 2 kg ball here, the water collected here is also will be 2 kg. അപ്പം നിങ്ങൾ എത്ര മാസം ഇപ്പോൾ ഒരു 5 kg ബോളാണ് ഇടുന്നത് എങ്കിൽ നമ്മൾ പുറത്തേക്ക് ഒഴുകുന്ന വാട്ടറിൻ്റെ എമൗണ്ട് എന്ന് പറയുന്നത് ദാറ്റ് ഈസ് ഓൾസോ 5 kg. Alright. So that is nothing but buoyant force. So we can say that when a body is partially or fully immersed in a fluid, when a body is partially or fully immersed in a fluid, it will experience a force, and that force is nothing but buoyant force, and this is equal to the weight of water displaced or weight of the liquid displaced. പുറത്തേക്ക് പോയാൽ ലിക്വിഡിന് ഈ വെയിറ്റിൻ്റെ സെയിം ആയിരിക്കും. ഓൾ റൈറ്റ്. സോ ഇതേ പ്രിൻസിപ്പിളിൽ വർക്ക് ചെയ്യുന്ന കുറേ വെഹിക്കിൾസ് അല്ല, ഇതേ പ്രിൻസിപ്പിളിൽ വർക്ക് ചെയ്യുന്നതാണ് നമ്മുടെ സബ്മെറൈൻസും അതുപോലെ ഷിപ്സും ഒക്കെ. റൈറ്റ്. സോ ഷിപ്പ് അതുപോലെ സബ്മെറൈൻ അങ്ങനെ നമ്മുടെ ഡേ ടു ഡേ ലൈഫിൽ നിങ്ങൾക്ക് ഡേ ടു ഡേ ലൈഫല്ല, നിങ്ങളുടെ എവറി ഡേ ലൈഫിൽ നിങ്ങൾക്ക് കാണാൻ പറ്റുന്ന നമ്മുടെ കുറേ എക്സാമ്പിൾസ് ഇതുമായി ബന്ധപ്പെട്ട് നിങ്ങൾക്ക് പഠിക്കാനുണ്ട്. അപ്പോൾ അതൊക്കെ ഒന്ന് പഠിച്ചു പോകണം. റൈറ്റ്. സോ അതാണ് ഈ ഒരു പാർട്ട് ഒന്ന് പഠിക്കാനുള്ളത്. അപ്പോൾ ഇതുവരെ പറഞ്ഞിട്ടുള്ള എല്ലാവർക്കും മനസ്സിലായെന്ന് വിചാരിക്കുന്നു. ഓൾ ദി ബെസ്റ്റ്. നന്നായി പ്രിപ്പയർ ചെയ്യുക. ഓൾ ദി ബെസ്റ്റ്. താങ്ക് യു സോ മച്ച്. Brilliant Study Center, India's #1 coaching center for NEET and JEE.